നമസ്കാരം. ഇക്കഴിഞ്ഞ നാളുകളിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറം ഭാഗത്ത് വലിയ ജനകീയ പ്രക്ഷോഭം നടന്നിരിക്കുകയാണ്. കാര്യമെന്താണ് എന്ന് നോക്കിയാൽ MC റോഡുമായി ബന്ധിപ്പിക്കുന്ന പള്ളിപ്പുറം പോത്തൻകോട് റോഡ് അടയ്ക്കുവാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത്. ഈ റോഡ് അടയ്ക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പോത്തൻകോട് റോഡിലേക്ക് കടക്കണമെങ്കിൽ പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ പോയി 4 കിലോമീറ്റർ കറങ്ങി വരണം. മറ്റെല്ലാ പ്രധാന ജംഗ്ഷനുകളിലും ദേശീയപാത വികസനം നടക്കുമ്പോൾ അണ്ടർ പാസേജ് അനുവദിച്ചിരുന്നു. എന്നാൽ തിരക്കേറിയ ഇവിടെ അത് ഉണ്ടായതുമില്ല. അണ്ടൂർകോണം പോത്തൻകോട് റോഡിൻ്റെ തുടക്കമായ പള്ളിപ്പുറം ഭാഗമാണ് ഇപ്പോൾ അടയ്ക്കുന്നത്. അലൈൻമെൻറ്റിൽ ഭേദഗതി വരുത്തി നേരിട്ട് റോഡിൽ പ്രവേശിക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നിലവിൽ തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് കീഴാവൂർ വഴിയും അണ്ടൂർകോണം വഴിയുമാണ് പോത്തൻകോട് ഭാഗത്തേക്ക് പോകുന്നത്. ഇപ്പോൾ സർവീസ് റോഡിലിറങ്ങി 6 കിലോമീറ്ററെങ്കിലും കടക്കേണ്ടി വരും. ഇതുകൂടാതെ പള്ളിപ്പുറം, പാച്ചിറ, കീഴാവൂർ, വെള്ളൂർ തുടങ്ങിയ സ്ഥലങ്ങളും ഒറ്റപ്പെടും. പള്ളിപ്പുറം പവർ ഗ്രിഡ് 400 kV സബ്സ്റ്റേഷൻ, അണ്ടൂർകോണം 210 kV സബ്സ്റ്റേഷൻ, അണ്ടൂർകോണം സാമൂഹിക ആരോഗ്യ കേന്ദ്രം, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ എന്നിവയെല്ലാം ഈ റോഡിൽ വരുന്നുണ്ട്. ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുമെല്ലാം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ദേശീയപാത വികസനം ഇപ്പോൾ വേഗത കൈവന്ന വേളയിൽ പണികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്ന കാലം വരെ ഇത്തരത്തിലുള്ള യാത്രാ ദുരിതത്തിന് ഉചിതമായ പരിഹാരം കാണുവാൻ അധികാരികൾ നടപടികൾ എടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും കാണാം.